പല തിരുനാളുകളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായൊരു തിരുനാളിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിലുള്ള എംബർ ഇമ്മാനുവൽ ചർച്ചിലാണ്. നമസ്കാരം സാർ. നമസ്കാരം. പല സ്ഥലങ്ങളിലും 1-2 ദിവസങ്ങളിലെല്ലാം തിരുനാളുകൾ നടക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു മാസക്കാലമായി തിരുനാളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ചോദിച്ചത് വളരെ ശരിയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന തിരുനാളുകളെല്ലാം തന്നെ ഒരു ദിവസം, 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളുകളും ആഘോഷങ്ങളുമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ എംബർ ഇമ്മാനുവേലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൂടാര തിരുനാൾ ജനുവരി മാസം 1-ാം തീയതി ആരംഭിച്ച് 30-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസക്കാലത്തെ ഒരു തിരുനാളാണ്. നാനാ നാടുകളിൽ നിന്ന് നാനാ ഭാഷക്കാരായിട്ടുള്ള ആളുകൾ കുടുംബസമേതം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു തിരുനാൾ ആഘോഷമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. വേറൊരു സഭയിലും ഈ തിരുനാൾ ആഘോഷിക്കാറില്ലേ? എംബർ ഇമ്മാനുവേൽ സഭ മാത്രമാണോ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്? എംബർ ഇമ്മാനുവേൽ ചർച്ച് മാത്രമാണോ ഈ ആഘോഷം ഇവിടെ നടത്തുന്നതെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പൂർണ്ണമായും അതിന് മറുപടി പറയുക, എംബർ ഇമ്മാനുവേൽ ചർച്ച് മാത്രമാണ് ഇതുപോലൊരു കൂടാര തിരുനാൾ ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. എങ്കിൽ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ യഹൂദർ ഇതാദ്യമേ ആചരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ ക്രിസ്ത്യാനികൾ ആചരിക്കണമെന്ന് വിശുദ്ധ ബൈബിളിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു തിരുനാളാണ് കൂടാര തിരുനാൾ. യഹൂദർ ഇപ്പോൾ ഇതിനെ ആഘോഷിക്കുന്നത് സുക്കോത്ത് പെരുന്നാൾ എന്നുള്ള പേരിലാണ്. സുക്കോത്ത് എന്ന് പറഞ്ഞാൽ കൂടാരം എന്നാണ്. അപ്പോൾ അവരുടെ ആഘോഷത്തിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭവനത്തിനകത്ത് ഒരു കൂടാരം മാതൃക സൃഷ്ടിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് എല്ലാം നടക്കുമ്പോൾ പുൽക്കൂട് ഒരുക്കി അല്ലെങ്കിൽ നക്ഷത്രം തൂക്കിയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് പോലെ കൂടാരത്തിൻ്റെ ഒരു മാതൃക അവരുടെ ഭവനത്തിനകത്തോ ഭവന അങ്കണത്തിലോ ഉണ്ടാക്കി അവർ ഇതൊരു അനുസ്മരണമായിട്ട് ആഘോഷിക്കാറുണ്ട്. അറിയാമല്ലോ, ഇതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവവും മനുഷ്യരും ദൈവമക്കളും ചേർന്ന് മരുഭൂമിയിൽ ഒരുമിച്ച് വസിച്ചു എന്നതിൻ്റെ അനുസ്മരണമായിട്ടാണ് യഹൂദർ ആഘോഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ തുടർച്ചയായി ക്രിസ്ത്യൻ സഭകളിൽ ആരെല്ലാം ഇത് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനെ സംബന്ധിച്ച് വലിയ അറിവ് നമുക്കാർക്കും തന്നെയില്ല. പക്ഷേ എംബർ ഇമ്മാനുവേൽ ചർച്ച് യഹൂദർ ആഘോഷിക്കുന്നത് പോലെ ഒരു അനുസ്മരണമായിട്ടല്ല ഇതിനെ കാണുന്നത്. ഇനിയും സംഭവിക്കാനിരിക്കുന്ന ദൈവവും ദൈവമക്കളും തമ്മിൽ നടക്കാനിരിക്കുന്ന ഒരു പുനഃസമാഗമത്തിൻ്റെ മുൻ ആസ്വാദനമായിട്ടാണ് എംബർ ഇമ്മാനുവേൽ ചർച്ച് ഈ ആഘോഷത്തെ കാണുന്നത്. അത് ഇവിടെ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത് ഒരു ദിവസം പൊടുന്നനെ ആഘോഷിക്കുന്നതല്ല, മാസങ്ങൾക്ക് മുമ്പേയുള്ള ഭൗതികമായ ഒരുക്കത്തിൻ്റെ സമാപ്തിയിലാണ് തിരുനാൾ. അതേപോലെ തന്നെ മറ്റൊരു തലം കൂടിയുണ്ട്. അത് പ്രധാനമായും ആത്മീയമായ ഒരുക്കമാണ്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന നാനാഭാഗങ്ങളിൽ വന്നിട്ടുള്ള സിയോൻ വിശ്വാസികളുടെ കുടുംബങ്ങളെല്ലാം ആത്മീയമായ ഒരു ഒരുക്കത്തിൻ്റെ സമാപ്തിയിലാണ് ഈ സിയോൻ ക്യാമ്പസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിന് പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ ഉപവാസമുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ദൈവ ആരാധനയുണ്ട്. ഇങ്ങനെ പല തലങ്ങളിലായി നടക്കുന്ന ആത്മീയമായ ഒരുക്കത്തിൻ്റെ ഒരു സമാപ്തിയിൽ കൂടിയാണ് ഈ തിരുനാൾ നടക്കുന്നത്. Beginning you said let there be light, and there was light. Along with Emmanuel and Holy Mother, we were born. In the beginning you said let there be light, and there was light. Along with Emmanuel and Holy Mother, we were born.
welcome you all to the celebration of the Festival of Tabernacles of 2025.
ജ്വലിക്കും അഗ്നിയിൽ വാഴും അഗ്രാഹ്യമാം മഹത്വത്തിൽ വാഴും സ്വർഗാദി സ്വർഗത്തിൽ വലിയവനേ. പ്രകാശത്തിൻ നഗരമം സിയോനിൽ വാഴും പ്രകാശരാജാവേ. ഇമ്മാനുയേൽ ആണ്ടവരെ, സിയോനിൻ തലവർ, വീരത്തോട് വഴികാട്ടും ലക്ഷം ലക്ഷം പിന്നാലെ. ഇമ്മാനുയേൽ ആണ്ടവരെ, സിയോനിൻ തലവർ, വീരത്തോട് വഴികാട്ടും ലക്ഷം ലക്ഷം പിന്നാലെ. സ്വർഗസേന പിൻവരുവോ, ഉടമ്പടി ദൂതൻ പിൻവരുവാ, പ്രിയദാസിയും പിൻവരുവാ, ആദി പിറന്നോർ പിൻവരുവോ. പറക്കട്ടും പറക്കട്ടും യാവേശി പറക്കട്ടും, പറക്കട്ടും പറക്കട്ടും വെണ്ണിക്കോടി പറക്കട്ടും, ഉയരട്ടും ഉയരട്ടും സേനയിൽ കൊടി ഉയരട്ടും, മുഴങ്ങട്ടും മുഴങ്ങട്ടും ഹല്ലേലൂയ മുഴങ്ങട്ടും. പറക്കട്ടും പറക്കട്ടും യാവേശി പറക്കട്ടും, പറക്കട്ടും പറക്കട്ടും വെണ്ണിക്കോടി പറക്കട്ടും, ഉയരട്ടും ഉയരട്ടും സേനയിൽ കൊടി ഉയരട്ടും, മുഴങ്ങട്ടും മുഴങ്ങട്ടും ഹല്ലേലൂയ മുഴങ്ങട്ടും. സ്വർഗസേന പിൻവരുവോ, ഉടമ്പടി ദൂതൻ പിൻവരുവാ, പ്രിയദാസിയും പിൻവരുവാ, ആദി പിറന്നോർ പിൻവരുവോ. പറക്കട്ടും പറക്കട്ടും യാവേശി പറക്കട്ടും, പറക്കട്ടും പറക്കട്ടും വെണ്ണിക്കോടി പറക്കട്ടും, ഉയരട്ടും ഉയരട്ടും സേനയിൽ കൊടി ഉയരട്ടും, മുഴങ്ങട്ടും മുഴങ്ങട്ടും ഹല്ലേലൂയ മുഴങ്ങട്ടും. പറക്കട്ടും പറക്കട്ടും യാവേശി പറക്കട്ടും, പറക്കട്ടും പറക്കട്ടും വെണ്ണിക്കോടി പറക്കട്ടും, ഉയരട്ടും ഉയരട്ടും സേനയിൽ കൊടി ഉയരട്ടും, മുഴങ്ങട്ടും മുഴങ്ങട്ടും ഹല്ലേലൂയ മുഴങ്ങട്ടും. കാവൽ ഗോപുരങ്ങൾ ശിരസുയർത്തിടുവാൻ, സിയോനിൻ രാജാവീതും എഴുന്നരുൾகிறார். കാവൽ ഗോപുരങ്ങൾ ശിരസുയർത്തിടുവാൻ, സിയോനിൻ രാജാവീതും എഴുന്നരുൾகிறார். யாக்கோபின் நட்சத்திரம் உதிர்த்துயர்கிறதே, மோவாபின் நெற்றித்தடம் தகர்த்து விட்டது. யாக்கோபின் நட்சத்திரம் உதிர்த்துயர்கிறதே, மோவாபின் நெற்றித்தடம் தகர்த்து விட்டது. സ്വർഗസേന പിൻവരുവോ,
ഉടമ്പടിദൂതൻ പിൻവരുവാ, പ്രിയദാസിയും പിൻവരുവാ, ആദി പിറന്നു പിൻവരുവോ. പറക്കട്ടും പറക്കട്ടും യാവേലിസി പറക്കട്ടും, പറക്കട്ടും പറക്കട്ടും വെണ്ണിക്കോടി പറക്കട്ടും, ഉയരട്ടും ഉയരട്ടും സേനയിൽ കൊടി ഉയരട്ടും, മുഴങ്ങട്ടും മുഴങ്ങട്ടും. അപ്പോൾ ഇവിടെ ഒരു മാസത്തെ തിരുനാൾ 1-ാം തീയതി ആരംഭിച്ച് 30-ാം തീയതി അവസാനിക്കുന്ന ഒരു മാസം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത്രയും നാൾ എന്തൊക്കെയാണ് ആഘോഷിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ജനുവരി മാസം 1-ാം തീയതി ഞങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുക. അപ്പോൾ തിരുനാളിന് കൊടിയേറി കഴിഞ്ഞാൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ചടങ്ങുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും സാധാരണ പള്ളി തിരുനാളുകളിലെല്ലാം നടക്കുന്ന പോലെയുള്ള ചടങ്ങുകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ല. ഇവിടെ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രാതിനിധ്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാശ്മീർ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിശ്വാസികൾ കുടുംബസമേതം പങ്കെടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി അവരുടെ ഒരു ഒരുക്കമുണ്ട്. നമുക്കറിയാം, ഒരു 18-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് യഥാർത്ഥത്തിൽ വചനപ്രഘോഷവും മറ്റു കാര്യങ്ങളിലേക്കും ആളുകൾ നീങ്ങുന്നത്. അതിനു മുമ്പേ ആളുകൾ വരുന്നുണ്ട്. എങ്കിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലീവ്, അല്ലെങ്കിൽ ഒരു 15 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ലീവ്, ജോലിയുള്ളവരാണെങ്കിൽ ലീവ് എടുത്ത്, കുട്ടികളാണെങ്കിൽ ഇതിനു വേണ്ടിയെല്ലാം ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വരണമെങ്കിൽ അവരെ സംബന്ധിച്ച് അത്രമാത്രം ഒരു പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ ഈ തിരുനാളിനുണ്ടാകണം. അത് ഭൗതികമായ ഒരു കെട്ടുകാഴ്ചകൾക്ക് വേണ്ടി വരുന്ന ആളുകളല്ല. യഥാർത്ഥത്തിൽ അവരുടെ ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ പ്രത്യാശ മുഴുവൻ ഈ തിരുനാളിൽ, അതിൻ്റെ ഊർജ്ജം മുഴുവൻ അവർ സംഭരിക്കുന്നത് ഈ തിരുനാൾ ആഘോഷത്തിൽ നിന്നാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലുള്ള ആ പീഠാനുഭവം, ആ പീഠാനുഭവത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാത്തവരായി യഥാർത്ഥ ക്രിസ്ത്യാനികളില്ല. അപ്പോൾ ആ പീഠാനുഭവത്തിൻ്റെ സത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ജീവനും ശരീരവും സഹോദരങ്ങൾക്ക് വേണ്ടി അവൻ വിഭജിച്ച് നൽകി എന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പങ്കുവയ്ക്കൊപ്പ അനുഭവം ഇവിടുത്തെ വിശ്വാസികളിൽ ഈ ഒരു തിരുനാൾ ആഘോഷത്തിൻ്റെ വേളകളിൽ നടക്കുന്നുണ്ട്. അതൊരു വലിയ ആത്മീയ ആനന്ദവും അനുഭൂതിയുമാണ് നമ്മളുണ്ടാക്കുന്നത്. നമ്മൾ ഒരാളിലേക്ക് ഈ ആനന്ദം പകരുന്നത് നമ്മളിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു ആനന്ദം ലഭിക്കും. അതുപോലെ തന്നെ സ്നേഹം കൊണ്ടും കൊടുത്തും ഒരു വലിയ ആത്മീയ ആനന്ദത്തിലും അനുഭൂതിയിലുമാണ് ഈ ഒരു മാസക്കാലം നമ്മുടെ വിശ്വാസികൾ. അതിനകത്ത് പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ ദൈവാരാധനയുണ്ട്, വിശുദ്ധ ബലിയുണ്ട്. നിങ്ങൾ കണ്ട പോലെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വർണ്ണോജ്വലമായ ഘോഷയാത്രയൊക്കെ കണ്ടു. ഇതെല്ലാം ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇത് പീക്കിലെത്തുക. അവിടെ നമ്മുടെ ആനന്ദം അങ്ങ് അറ്റം വരെ. നമുക്കറിയാം, അന്ന് ഈ പ്രദേശം നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ വിശ്വാസികളും ഒരു ആനന്ദ ലഹരിയിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആത്മീയമായൊരു ആനന്ദം അവരിൽ കൈവരുന്ന ദിവസമാണ്. അത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഈ പീഠാനുഭവത്തിൻ്റെ അനുഭവം സ്വയം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് സ്വന്തം സഹോദരന് വേണ്ടി ജീവനും അതുപോലെ തന്നെ രക്തവും അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ജീവനുമായി താതാത്മ്യം പ്രാപിക്കുന്ന ഒരു അനുഭവം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ തിരുനാളിൻ്റെ ക്രസ്റ്റ്. പോലൻ ആത്മാവിൽ കുളിർമ പകർന്നവൻ, വെൺപ്രാവ് പോലെ സിയോനിൽ പറന്നിറങ്ങിയവൻ, സൂര്യചന്ദ്രതാരങ്ങളെ വെല്ലും ആദി അന്തമില്ലാതെ വാഴും, സൂര്യചന്ദ്രതാരങ്ങളെ വെല്ലും ആദി അന്തമില്ലാതെ വാഴും, കൃപയായെന്നിൽ നിറയണേ, സ്നേഹമായെന്നിൽ വസിക്കണേ, സൗഖ്യം
வாழ்க. அரசரின் ராஜ்யம் வெற்றி பெற்றதே, சிங்கராஜா வருகிறார். அரசரின் ராஜ்யம் வெற்றி பெற்றதே, சிங்கராஜா வருகிறார். சீயோனின் தலைவராய், உயிரின் முதல்வராய், சீயோனின் அரசராய் வருகின்றார். காரிருள் நடுவே தோன்றும் பேரொளியாக விளங்கினார். குலங்கள் யாவும் தலை வணங்கும், பத்திரங்களின் தலைவன் அவர். காரிருள் நடுவே தோன்றும் பேரொளியாக விளங்கினார். குலங்கள் யாவும் தலை வணங்கும், பத்திரங்களின் தலைவன் அவர். ஐய வந்தா அது சூறாவளி, அவர் வாக்கு எதிரிக்கு நெத்தியடி. மரணத்தை வென்ற மாவீரனே, உயர்த்தின சீயோனின் வெற்றி கொடி. ஐய வந்தா அது சூறாவளி, அவர் வாக்கு எதிரிக்கு நெத்தியடி. மரணத்தை வென்ற மாவீரனே, உயர்த்தின சீயோனின் வெற்றி கொடி. இருமுனைகள் கொண்டவார் கையில் ஏந்தும் எங்கள் மாவீரன். எதிரிகள் வெறியோடு வந்தாலும் மூச்சு காற்றால் தகர்த்திடுவார். தொட்டதல்ல மாசா மாற்றுவார் எங்க ராஜா, தொட்டதல்ல மாசா மாற்றுவார் எங்க ராஜா. காரிருள் நடுவே தோன்றும் பேரொளியாக விளங்கினார். குலங்கள் யாவும் தலை வணங்கும், பத்திரங்களின் தலைவன் அவர். காரிருள் நடுவே தோன்றும் பேரொளியாக விளங்கினார். குலங்கள் யாவும் தலை வணங்கும், பத்திரங்களின் தலைவன் அவர். அவர் எப்படி வந்தாலும் மாசுடா, அவர் நின்னா நடந்தா மாசுடா. மிசைய புடிச்சு முறுக்குனா மாசுடா, என்ன அள்ளி அணைச்சாலும் மாசுடா. சியோனுக்காக வந்த ஒருவன், சியோனு கட்டி எழுப்பிய ஒருவன். அவர் பேர் கேட்டால் ஒரு குரல் போட்டால் தலைவன் என்று சொல்லடா, தலை தூக்கி நில்லடா. ஐய வந்தா, ஐய வந்தா அது சூறாவளி, அவர் வாக்கு எதிரிக்கு நெத்தியடி. மரணத்தை வென்ற மாவீரனே, உயர்த்தின சீயோனின் வெற்றி கொடி. ஐய வந்தா அது சூறாவளி, அவர் வாக்கு எதிரிக்கு நெத்தியடி. மரணத்தை வென்ற மாவீரனே, உயர்த்தின சீயோனின் வெற்றி கொடி. டேய் போடுறா, நம்ம தலைவனுக்கு ஒரு ஸ்பெஷல் ஆட்டம். காரிருள் நடுவே தோன்றும் பேரொளியாக விளங்கினார். உலகள் யாவும் தலை வணங்கும், கொத்திரங்களின் தலைவன் அவர். காரிருள் நடுவே தோன்றும் பேரொளியாக விளங்கினார். உலகள் யாவும் தலை வணங்கும், கொத்திரங்களின் தலைவன் அவர். அவர் வந்தா, அவர் நின்னா, அவர் நடந்தா சும மாசுடா. சிரிச்சா, அவர் முறைச்சா சுபகத்தா மாசுடா. அவர் வந்தா, அவர் நின்னா, அவர் நடந்தா சும மாசுடா. சிரிச்சா, அவர் முறைச்சா சுபகத்தா மாசுடா. ஐய வந்தா அது சூறாவளி, அவர் வாக்கு திருக்கு நெத்தியடி. மரணத்தை வென்ற மாவீரனே, உயர்த்தினா சீயோனின் வெற்றி கொடி. ஐய வந்தா அது சூறாவளி, அவர் வாக்கு திருக்கு நெத்தியடி. மரணத்தை வென்ற மாவீரனே, உயர்த்தினா சீயோனின் வெற்றி கொடி. കഴിഞ്ഞ ദിവസം എംബർ മാനുവലിൻ്റെ വലിയൊരു ഘോഷയാത്ര കണ്ടിരുന്നു. അപ്പോൾ ആയിരങ്ങൾ പങ്കെടുത്തതായിട്ട് അറിഞ്ഞു. അപ്പോൾ ഇത്രയും പേരെ ഒരുമിച്ച് ഉൾക്കൊള്ളിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചർച്ചിനുള്ളിലുണ്ടോ? നിങ്ങളിവിടെ ചുറ്റി നടന്ന് കണ്ടു കാണും. ഇത് അത്ര വലിയൊരു ക്യാമ്പസ് ഒന്നുമല്ല. മാക്സിമം ഒരു 3.5 ഏക്കർ വരുന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളൊരു ദൈവഭവനം, അതിന് ചുറ്റുവട്ടമുള്ള കുറച്ച് സൗകര്യങ്ങളും മാത്രമാണ് ഇവിടെയുള്ളൂ. ഇത്രയും ആളുകളെ ഇവിടെ ഉൾക്കൊള്ളിക്കുക എന്നത് പ്രായോഗികമായി സാധ്യമായ കാര്യമല്ല. അവിടെയാണ് കൂടാര തിരുനാളിൻ്റെ ഹൃദയഭാഗം കിടക്കുന്നത്. ഞങ്ങളുടെ ഈ വരുന്ന ആളുകളെല്ലാം തന്നെ ഈ തൃശ്ശൂർ ജില്ലയിലുള്ള എംബർ ഇമ്മാനുവൽ ചർച്ച് നിവാസികളായ അല്ലെങ്കിൽ സിയോൻ സഭാ വിശ്വാസികളായ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ തൃശ്ശൂർ ജില്ലയുടെ ഫലഭാഗത്തായിട്ടുണ്ട്. ഞങ്ങളുടെ സിയോൻ ക്യാമ്പസ് ഒരുങ്ങുന്നത് പോലെ തന്നെ സിയോൻ വിശ്വാസികളുടെ കുടുംബങ്ങളും
ഈ തിരുനാളിന് വേണ്ടി ഭൗതികമായും ആത്മീയമായും ഒരുക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുക്കപ്പെടുന്ന ഈ കുടുംബങ്ങളിലേക്ക് ഈ നാനാ ദേശങ്ങളിൽ നിന്ന് വരുന്ന നാനാ ഭാഷ സംസാരിക്കുന്ന നാനാ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകളെ അവരുടെ അതിഥികളായി സഹോദരങ്ങളായി ഈ കൂടാര തിരുനാളിൻ്റെ നാളുകളിൽ അവർ സ്വീകരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ വീടുകളും ഒന്നും വലിയ സൗകര്യങ്ങളുള്ള വീടുകളൊന്നുമല്ല, മണിമാളികളൊന്നുമല്ല. കൂടി വന്നു കഴിഞ്ഞാൽ 2 മുറി, 1 ഹാള്, കിച്ചൺ, ഇത്രയൊക്കെ ഉള്ളൂ സൗകര്യങ്ങൾ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നല്ല ഭാഗം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യപ്രദമായ മുറികളെല്ലാം തന്നെ ഇങ്ങനെ കടന്നു വരുന്ന വിശ്വാസികളായ സഹോദരങ്ങൾക്ക് വേണ്ടി ഇവർ വിട്ടൊഴിയും. എന്നിട്ട് അവർ വീടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഹാള്, കിച്ചൺ പോലെയുള്ള ഭാഗങ്ങളിലേക്ക് അങ്ങ് ചുരുങ്ങും. അങ്ങനെ ഈ സഹോദരങ്ങളെല്ലാവരും ഈ 1 മാസക്കാലം ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു കുടുംബത്തിൽ ഒന്നിച്ചു വസിക്കുന്ന ഒരു വലിയ ആത്മീയ അനുഭവമാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയാണ് ഈ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നതും ഇവിടെ ഒരുക്കുന്നു. പല വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഘോഷയാത്രയായിരുന്നല്ലോ ഇവിടെ നടന്നിരുന്നത്. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? ശരിയാണ്. ഒരു 12 വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അന്ന് വിശ്വാസികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഏകദേശം ഈ മുരിയാട് ദേശത്തെ വലം വെച്ചുകൊണ്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ഈ 12 നിറങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവജനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് അവർ 12 ഗോത്രങ്ങളായിരുന്നു എന്നാണ്. യാക്കോബിൻ്റെ 12 മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന 12 ഗോത്രങ്ങളായിരുന്നു അവിഭക്ത ഇസ്രായേൽ എന്നാണ് കാഴ്ചപ്പാട്. അതിൻ്റെ ഒരു പുനരാവിഷ്കാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുനഃസ്ഥാപനത്തിന് ശേഷമുള്ള ഗോത്രങ്ങളായി ആണ് ഞങ്ങളും ഈ ഘോഷയാത്രയിൽ 12 നിറങ്ങൾ അണിഞ്ഞുകൊണ്ട് പങ്കെടുത്തത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവജനമായിട്ടാണ് പരിഗണിക്കുന്നത്. ആ ദൈവജനം 12 ഗോത്രങ്ങളായിരുന്നു. ആ 12 ഗോത്രങ്ങളുടെ പുനഃസ്ഥാപനം അവസാന നാളുകളിൽ നടക്കണം എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്. ആ 12 ഗോത്രങ്ങളുടെ പുനഃസ്ഥാപനമാണ് നടന്നിട്ടുള്ളതെന്നും ആ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ ഘോഷയാത്രയിൽ 12 നിറങ്ങൾ അണിഞ്ഞുകൊണ്ട് ആളുകൾ പങ്കെടുത്തിട്ടുള്ളത്. അത്യുന്നതങ്ങളിൽ നിന്ന് കരങ്ങൾ നീട്ടി അവിടുന്ന് എന്നെ വീണ്ടെടുത്തു. എന്നെ വെറുത്തവരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. ജനതകളുടെ മധ്യേ അങ്ങേക്ക് സ്തോത്രമാലപിക്കും. അങ്ങേ തിരുനാമം ഞാൻ പാടി സ്തുതിച്ചിടും. ജനതകളുടെ മധ്യേ അങ്ങേക്ക് സ്തോത്രമാലപിക്കും. അങ്ങേ തിരുനാമം ഞാൻ പാടി സ്തുതിച്ചിടും. കർത്താവല്ലോ എൻ വിമോചകൻ. അവിടുന്നാണ് സകലത്തിന്റെയും ശ്രേഷ്ഠമായ ദൈവം. കരഘോഷത്തോടെ അപ്പന് മഹത്വം നൽകിക്കൊണ്ട് നമുക്ക് ഏറ്റുപറയാം, ഇതാ നിങ്ങളുടെ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ഏകജാതൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഇതാ രാജാക്കന്മാരുടെ രാജാവായ അവന്റെ എന്നേക്കുമുള്ള നാമം എംപറർ ഇമ്മാനുവേൽ. സകല സൃഷ്ടികളെ, ഇതാ നിങ്ങളുടെ ശ്രേഷ്ഠമായ ദൈവം ദൈവമക്കളെ സന്ദർശിക്കാൻ ഇതാ എഴുന്നള്ളുന്നു. ശക്തമായ നാമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അതിപരിശുദ്ധമായ ദൈവഭവനത്തിലേക്ക് ഇതാ ദൈവമക്കൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസത്തോടെ പാദം ചവിട്ടി അവിടുത്തെ പ്രിയപുത്രിയോട് ചേർന്ന് അവിടുത്തെ പ്രിയപുത്രൻ ഇമ്മാനുവേലോട് ചേർന്ന് അവിടുന്ന് അയച്ച അവിടുത്തെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഓരോ ദൈവമക്കളോടും ചേർന്ന് സകല സൃഷ്ടികളോടും ചേർന്ന് സകല സ്വർഗീയ ദൂതരോടും ചേർന്ന് ഇതാ അപ്പനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ മഹത്വവും അപ്പന് നൽകിക്കൊണ്ട് ഈ ദേശത്തിലൂടെ കടന്നുപോയി അപ്പന്റെ പരിശുദ്ധ നാമത്തിന് മുൻപിൽ സമ്മേളിക്കുവാൻ ഇതാ മക്കൾ അപ്പന്റെ മുമ്പിൽ ഒന്നു ചേർന്നിരിക്കുന്ന പിതാവേ, നമുക്ക് നമ്മുടെ എല്ലാ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും
എല്ലാറ്റിനും പിതാവായ ദൈവത്തിന് മഹത്വം നൽകാം. പരിശുദ്ധിയോടെ അത്യാനന്ദത്തോടെ പിതാവിൽ ആനന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പെരുമ്പറ കൊട്ടി കാഹളം മുഴക്കിക്കൊണ്ട് ഇതാ ഈ തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് നമുക്ക് അത്യാനന്ദത്തോടെ പ്രവേശിക്കാം. അത്യുന്നതനായ ദൈവപിതാവിന്റെ ബഹുമാനാർത്ഥമുള്ള ഈ കൂടാര തിരുനാളിന്റെ അതിപരിശുദ്ധമായ തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് ദൈവത്തിന്റെ വിജയ പതാക ബിനോയ് കൈമാറിക്കൊണ്ട് ഈ തിരുനാളുകളുടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി ആരംഭം കുറിക്കും. വലിയ ഹരഘോഷത്തോടെ നമുക്ക് പിതാവിന് നന്ദി പറയാം. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ദൈവപിതാവിന് സമർപ്പിച്ചുകൊണ്ട് പിതാവിന്റെ ബഹുമാനാർത്ഥം ഗോത്രത്തലവന്മാർ ദൈവത്തിന്റെ ബഹുമാനാർത്ഥം ബലൂണുകൾ ആകാശത്തിലേക്ക് ഉയർത്തിവിട്ടുകൊണ്ട് അത്യുന്നതനായ പിതാവിനെ മഹത്വപ്പെടുത്തും. ദൈവപിതാവ് ദൈവരാജ്യത്തിൽ മക്കളോടൊത്ത് വസിക്കാനിരിക്കുന്നു. ഈ അവസാന കാലത്ത് യാഥാർത്ഥ്യമാകുന്ന ഈ ദൈവീക പ്രവചന പൂർത്തീകരണത്തിൻ്റെ മുന്നാസ്വാദനവും
ഒരുക്കവുമാണ് സിയോൻ കൂടാരത്തിരുന്നാൾ. ദൈവപിതാവ് മക്കളെ സന്ദർശിക്കാൻ വരുന്നുവെന്നും അങ്ങനെ മക്കൾ ദൈവപിതാവിനോടൊത്ത് നിത്യം വസിക്കുമെന്നുമുള്ള ദൈവീക പ്രത്യാശയിൽ ജീവിക്കുന്ന ദൈവമക്കൾ ആ പ്രത്യാശ പൂവണിയുന്ന ദിനങ്ങൾ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ആഘോഷിക്കുന്ന കൂടാരത്തിരുന്നാൾ. സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനും നിയന്താവും സർവാധികാരിയുമായ ഏക സത്യദൈവം ഞങ്ങളുടെ പിതാവാണെന്ന് സിയോൻ ആനന്ദത്തോടെ, അഭിമാനത്തോടെ, ഭയഭക്തികളോടെ ഏറ്റുപറയുന്നു. പരിശുദ്ധനും സർവാധികാരിയും സർവശക്തനുമായ ദൈവപിതാവിന് സർവമഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഇന്നും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. യുഗയുഗാന്തരങ്ങളായി മറയ്ക്കപ്പെട്ട ദൈവപിതാവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവപിതാവിൻ്റെ നാമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ അത്യുന്നത നാമം പ്രഘോഷിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന സിയോനിൽ ഇതാ ദൈവം ആഗ്രഹിക്കുന്ന കൂടാരത്തിരുന്നാൾ സിയോൻ ആഘോഷിക്കുന്നു. വിവിധ ദേശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ ഏകമനസ്സായി ദൈവ തിരുമുൻപിൽ ഒരുമിച്ചുകൂടി ആഘോഷിക്കുന്ന തിരുനാൾ. ദൈവപിതാവ് അത്യുന്നത വിശ്വാസം മക്കളിൽ നിറച്ച് സകലം പുനഃസ്ഥാപിച്ചിടുന്നു. അത്യുന്നത ദൈവപിതാവ് അത്യുന്നത വിശ്വാസം മക്കളിൽ നിറച്ച് സകലം പുനഃസ്ഥാപിച്ചിടുന്നു.
வராரு நீங்க தானப்பா, எனக்கு பிடிச்ச நண்பன் நீ தானப்பா. தாவீதோடு சேர்ந்து நாங்கள் நடனமாடுவோம், நம்ம குட்டி அரசரோடு சேர்ந்து யாழ் இசைப்போம். இயேசு நாமத்தாலே வரும் ராஜாவை ஹோசானா துதி பாடி ஆர்ப்பரிப்போம். உம்மை பார்க்க என் உள்ளம் பொங்குதப்பா, உம்மை போல என்னை மாற்றுமப்பா. ராஜ இயேசு ராஜ நீங்க தான் எங்கள் ராஜவின் உலகிலும் மண்ணுலகிலும் நீங்க தான் சூப்பர் ராஜா. ராஜ இயேசு ராஜ நீங்க தான் எங்கள் ராஜவின் உலகிலும் மண்ணுலகிலும் நீங்க தான் சூப்பர் ராஜா. ஹalleluya ஹோசானா, ஹalleluya ஹோசானா, ஹalleluya ஹோசானா, ஹalleluya ஹோசானா. தன்னே நானே தன்னே நானே தன்னே நானே தன்னே நானே நோ தன்னே நானே தன்னே தன்னே நானே தன்னே தன்னே நானே தன்னே தன்னே நானே நோ. बादशाह के बादशाह यीशु പ്രൗഢിയുറ്റ മഹാപ്രഭുവേ, നീതിമാനാം വിധിയാളനെ. പ്രൗഢിയുറ്റ മഹാപ്രഭുവേ, നീതിമാനാം വിധിയാളനെ. ശക്തിയിലും ജ്ഞാനത്തിലും പ്രഗൽഭനേ, ശക്തമാം പ്രവൃത്തികളിൽ ഭീതിതനേ. ശക്തിയിലും ജ്ഞാനത്തിലും പ്രഗൽഭനേ, ശക്തമാം പ്രവൃത്തികളിൽ ഭീതിതനേ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിനാരാധന. ഇസ്രായേൽ സേനകൾ തൻ കർത്താവിനാരാധന. വാഴുക യേശു രാജാവേ എന്നും നീനാൾ വാഴുക അത്യുന്നതനെ. വീരപുരുഷന സർവാധിപനെ, സർവപുരുഷാന്തരങ്ങൾ തൻ ദൈവമേ. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല, അങ്ങയ്ക്ക് സമനായി ആരുമില്ല. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല, അങ്ങയ്ക്ക് സമനായി ആരുമില്ല. അങ്ങേ വരവിൽ സമുദ്രം പിളരുന്നു, പർവ്വതങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. എന്നെന്നും ജീവിക്കുന്നവനാം ദൈവം തിളങ്ങും വാളിന് മൂർച്ച കൂട്ടി. ഭൂമിതൻ അടിസ്ഥാനമിളക്കി, അത്യുന്നതൻ എഴുന്നള്ളിയിടുന്നു. വിധി
വിധി തീർപ്പു കയ്യിലെടുത്തിടും തൻ ശത്രുക്കളെ തകർത്തിടാൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിനാരാധന. ഇസ്രായേൽ സേനകൾ തൻ കർത്താവിനാരാധന. വാഴുക യേശു രാജാവേ എന്നും നീനാൾ വാഴുക അത്യുന്നതനെ. വീരപുരുഷന സർവാധിപനെ സർവപുരുഷാന്തരങ്ങൾ തൻ ദൈവമേ. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല, അങ്ങയ്ക്ക് സമനായി ആരുമില്ല, അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല, അങ്ങയ്ക്ക് സമനായി ആരുമില്ല. சூப்பர் ஸ்டார் நீங்க தானப்பா, எனக்கு பிடிச்ச நண்பன் நீ தானப்பா. தாவீதோடு சேர்ந்து நாங்கள் நடனமாடுவோம், நம்ம குட்டி அரசரோடு சேர்ந்து யாழிசைப்போம். இயேசு நாமத்தாலே வரும் ராஜாவை ஹோசானா துதி பாடி ஆர்ப்பரிப்போம். உம்மை பார்க்க என் உள்ளம் இங்குதப்பா, உம்மை போல என்னை மாற்றுமப்பா. ராஜராஜ இயேசு ராஜ நீங்க தான் எங்கள் ராஜா. விண்ணுலகிலும் மண்ணுலகிலும் நீங்க தான் சூப்பர் ராஜா. ராஜராஜ இயேசு ராஜ நீங்க தான் எங்கள் ராஜா. விண்ணுலகிலும் மண்ணுலகிலும் நீங்க தான் சூப்பர் ராஜா. ஹல்லேலூயா ஹோசானா, ஹல்லேலூயா ஹோசானா, ஹல்லேலூயா ஹோசானா, ஹல்லேலூயா ஹோசானா. தன்னே நானானே தன்னே நானானே தன்னே நானானே தன்னே நானானே நோ தன்னே நானானே தன்னே தன்னே நானானே தன்னே தன்னே நானானே தன்னே தன்னே நானானே நோ. അത്യുന്നത ദൈവപിതാവ് അത്യുന്നത വിശ്വാസം മക്കളിൽ നിറച്ച് സകലം പുനഃസ്ഥാപിച്ചിടുന്നു. അത്യുന്നത ദൈവപിതാവ് അത്യുന്നത വിശ്വാസം മക്കളിൽ നിറച്ച് സകലം പുനഃസ്ഥാപിച്ചിടുന്നു. அவர் நின்னா நடந்தா மாசிடா, மிசைய பிடிச்சு முறுக்குனா மாசிடா, என்ன அள்ளி அணைச்சாலும் மாசிடா. சியோனுக்காக வந்த ஒருவன், சியோனு கட்டியில் வீழ ஒருவன், அவர் பேர் கேட்டால் ஒரு கேட்டார்.
யாரு நீங்க தானப்பா எனக்கு பிடிச்ச நண்பன் நீ தானப்பா தாவீதோடு சேர்ந்து நாங்கள் நடனமாடுவோம் நம்ம குட்டி அரசரோடு சேர்ந்து யாழிசைப்போம் இயேசு நாமத்தாலே வரும் ராஜாவை ஹோசானா துதி பாடி ஆர்ப்பரிப்போம்